കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ പ്രധാന കാരണം അത് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംവിധാനമാണ് കോർപ്പറേഷനിലുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട് തുടങ്ങിയതായിട്ടുള്ള നഗര കേന്ദ്രീകൃതമായിട്ടുള്ള തദ്ദേശ സ്ഥാപനത്തെയാണ് നമ്മൾ കോർപ്പറേഷൻ എന്ന് വിളിക്കുന്നതും അവിടുത്തെ ജനസംഖ്യ കൊണ്ടും മറ്റു പല കാരണങ്ങളാലും അത് വലിയ തെരഞ്ഞെടുപ്പായി പരിഗണിക്കപ്പെടുന്നതും. രണ്ടാം തട്ടിലുള്ള തെരഞ്ഞെടുപ്പാണ് നഗരസഭയിലേക്കുള്ള അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി മുനിസിപ്പാലിറ്റികളുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 4 മുനിസിപ്പാലിറ്റികളുണ്ട്. അതുപോലെ ഓരോ ജില്ലയിലും 2ഉം 3ഉം മുനിസിപ്പാലിറ്റികളുണ്ട്. അതിൽ ഇപ്പോൾ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി നഗരസഭയാണ് പാലക്കാട് നഗരസഭ. പാലക്കാട് നഗരസഭ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായി ഭരിക്കുന്നത് BJP ആണ്. BJPക്ക് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ലഭിച്ച ഒരു പദവിയാണ് പാലക്കാട് നഗരസഭയുടെ ഭരണം. 2020 അധികാരത്തിൽ വന്നതായിട്ടുള്ള നഗരസഭയുടെ ആ സമിതി പൂർണ്ണമായി BJPയുടെ നിയന്ത്രണത്തിലായത് അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ നേട്ടമായിരുന്നു. അത് അവരുടെ ആത്മവിശ്വാസം ആ ജില്ലയിൽ അല്ലെങ്കിൽ ആ നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷമായി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. എന്നാൽ അവിടെ നമ്മൾ കാണേണ്ടതായ മറ്റൊരു വലിയ വസ്തുത, പാലക്കാടിന് പ്രത്യേകിച്ച് പ്രാധാന്യം ലഭിക്കാനുണ്ടായ കാരണം ഏറ്റവും ഒടുവിൽ നടന്നതായിട്ടുള്ള പാലക്കാട് നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ വൻപിച്ച അട്ടിമറിയോടുകൂടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി അസാധാരണമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. അവിടെ BJPക്ക് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മത്സര രംഗത്ത് നിന്നത്. അവർക്ക് വലിയ വിജയസാധ്യതയുണ്ട്. നഗരസഭയിലെ ഭൂരിപക്ഷം കണക്കിലെടുക്കുമ്പോൾ അവർക്ക് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള വലിയ കണക്കുകൂട്ടലോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് അവിടെ BJP സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിച്ചത്. എന്നാൽ ദയനീയമെന്ന് പറയട്ടെ, അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി അവർ 2ാം സ്ഥാനത്തായി. 3ാം സ്ഥാനത്തേക്ക് LDF മുന്നണിയുടെ സ്ഥാനാർത്ഥി പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പോൾ ആ 2ാം സ്ഥാനത്തായി പോയതിൻ്റെ ഒരു നഷ്ടം നികത്തുക എന്ന ഒരു വലിയ വാശിയോടുകൂടിയാണ് ഈ നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP ഇപ്പോൾ പങ്കെടുക്കുന്നത്. എന്നാൽ കോൺഗ്രസിന് ലഭിച്ചതായിട്ടുള്ള ആത്മവിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് വർദ്ധിത വീര്യത്തോടു കൂടിയാണ് ഈ പ്രാവശ്യം പാലക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ UDFും മത്സരിക്കുന്നത് എന്നതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. അതുകൊണ്ട് പാലക്കാട് നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രാധാന്യം നേടിയിരിക്കുന്നു. നിലവിലിരിക്കുന്ന ഭരണത്തിലിരിക്കുന്ന BJPയെ 2ാം സ്ഥാനത്തേക്കെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ തള്ളി മാറ്റിക്കൊണ്ട് നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കണമെന്ന വാശിയോടുകൂടിയാണ് UDF കളത്തിലിറങ്ങി വളരെ ശക്തമായ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ LDFും അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളാക്കി അവർ നന്നായി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അവരെ ഒരു സമയത്ത് അവരുടെ കോട്ടയെന്ന് കരുതിയിരുന്ന പാലക്കാട് അവരുടെ കൈപ്പിടിയിൽ നിന്ന് പോയതിൻ്റെ ദുഃഖത്തോടുകൂടി അല്ലെങ്കിൽ ആ നഷ്ടബോധത്തോടു കൂടിയാണ് ഇനി ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല എന്ന വാശിയോടും തിരിച്ചു പിടിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടും കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ അവർ പങ്കെടുക്കുന്നു. അതുകൊണ്ട് പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു ശക്തമായ ത്രികോണ മത്സരം അവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ ശരിയാണ്. LDF മുന്നണിയും UDF മുന്നണിയും അതോടൊപ്പം തന്നെ BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയും വളരെ ശക്തമായി ഏതാണ്ട് തുല്യ ശക്തികൾ എന്ന് കരുതുമാറുള്ള വിധത്തിലാണ് പ്രചരണം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് പൊതുവെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്, നഗരസഭയാണ്. അതിൻ്റെ കാരണങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെ പറയുമ്പോൾ കേരളത്തിൽ നടക്കാൻ പോകുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിവിധ കാരണങ്ങളാൽ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകമായി രാഷ്ട്രീയ പ്രാധാന്യം ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്ന്, അതിൻ്റെ പ്രാദേശികമായിട്ടുള്ള അന്തരീക്ഷം. 2, അവിടെ നിലവിലിരിക്കുന്നതായ ഭരണസമിതികൾ. അതിനേക്കാളൊക്കെ അസാധാരണമായി ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്ന വലിയ നേതാക്കന്മാർ പതിവിന് വിരുദ്ധമായി കോർപ്പറേഷനുകളിലൊക്കെ മത്സരിക്കാതിരുന്ന
വളരെ പ്രശസ്തനായിട്ടുള്ള മുൻനിര നേതാക്കന്മാർ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളായി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള വസ്തുത. ഇതിനെയെല്ലാം കാണുന്നതും വിലയിരുത്തുന്നതും രാഷ്ട്രീയമായി വിലയിരുത്തുന്നത് വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ഒരു സെമി ഫൈനൽ എന്ന രീതിയിലൊക്കെ ആളുകൾ വിശേഷിപ്പിക്കുന്നതും ആ തരത്തിൽ അതിനെ കാണുന്നതും എന്ന് വേണം നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ.